ഗൂണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരെ കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്യുന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. യു പിയിലോ ബീഹാറിലോ അല്ല, കേരളത്തിലെ തിരുവല്ലയിലാണ് സംഭവം. ഈ മാസം 1-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. സംഭവത്തിൽ കാപ്പ കേസ് പ്രതി മരണം സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ അടക്കം 3 പേർ പിടിയിലായെന്ന് പറയുന്നു. 3 പ്രതികൾ ഒളിവിലാണ്. ഷിജോ കുര്യൻ വിവരങ്ങൾ വച്ചിരുന്നു. ഷിജോ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം ക്രൂരമായ ആക്രമണം ഒരു പെൺകുട്ടിക്ക് അതിനകത്ത് നേരിടേണ്ടി വന്നു എന്നും പേപ്പട്ടികളെ പോലെ 5-6 നിരന്നു കാണിച്ച് തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിന്റെ സൂചനകൾ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായുണ്ട്. ആറോമാരും പിടിയിലായിട്ടുണ്ടോ ഷിജോ? ഹാഷ്മി, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് ഏതാണ്ട് ഒരു 3:30 കൂടിയാണ് തിരുവല്ലയിലെ ഒരു സ്പായിൽ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് കാപ്പ കേസ് പ്രതി സുബിൻ അലക്സാണ്ടറും 5 കൂട്ടാളികളും ചേർന്ന് സ്പായിലേക്ക് വരുന്നത്. സ്പായിലേക്ക് വന്നുകൊണ്ട് 50,000 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ 50,000 രൂപ നൽകാതെ വന്നതോടുകൂടി സ്പായിൽ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുള്ള അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സ്പാ ജീവനക്കാരിയായ യുവതിയെ 6 പേരടങ്ങുന്ന കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അതിനുശേഷം അവിടുന്ന് 25,000 രൂപ ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിനകത്ത് കുറ്റിപ്പുഴ സ്വദേശിയായിട്ടുള്ള സുബിൻ അലക്സാണ്ടർ, മരണം സുബിൻ എന്ന് വിളിക്കുന്ന 33 വയസ്സുകാരൻ സുബിൻ അലക്സാണ്ടറെയും സുബിന്റെ 2 സുഹൃത്തുക്കളെയും പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന സ്പായിലേക്ക് വരുന്നു. അതിനുശേഷം ഇത് കൊടുക്കാത്തതുകൊണ്ട് അവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നു. ഈ കൂട്ടബലാത്സംഗം നടക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ ഒരു അതിൽ വേറൊരു ദൃശ്യം എടുക്കുന്നുണ്ട്. ഇതെന്തൊരു അക്രമമാണ് ഷിജി. ഇതൊക്കെ എങ്ങനെ കണ്ടിരിക്കാൻ കഴിയും? എന്നിട്ട് 6-7 കയറി വരികയാണ്. 2 പെൺകുട്ടികൾ മാത്രമുള്ള സ്പായിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് മര്യാദയോടും പക്ക തെമ്മാടിത്തരം കാണിക്കുകയാണ്. തെമ്മാടിത്തരം കാണിക്കുന്ന വേറൊരുത്തൻ അവിടെ ഫോണിൽ ചിത്രീകരിക്കുന്നത്, എന്നിട്ട് ഇറങ്ങി പോവുക. ഈ പറഞ്ഞ സ്പാ ഇരിക്കുന്ന സ്ഥലം നഗരകേന്ദ്രത്തിലാണോ, എവിടെയാണ് സ്പാ? ഈ അക്രമവും ചോദ്യം ചെയ്യാനൊന്നും അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു ഷിജോ? ഹാഷ്മി പ്രയോഗിച്ച വാചകം തന്നെയാണ് ഏറ്റവും ഇതിന് അനുയോജ്യമായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത്. അങ്ങേയറ്റം തെമ്മാടിത്തരം തന്നെയാണ് ഈ ഗുണ്ടയും ഈ ഗുണ്ടയുടെ കൂട്ടാളികളും കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഈ സ്പായുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ യുവതിയുടെയോ അല്ലെങ്കിൽ ആ ബലാത്സംഗത്തിന് ഇരയായ യുവതിയുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയോ വെളിപ്പെടുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയില്ല. തിരുവല്ല നഗരത്തിൽ പ്രവർത്തിക്കുന്ന വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്പാ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന തിരുവല്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്പായിലെ ജീവനക്കാരിയാണ് ഈ പറയുന്ന കാപ്പ കേസ് പ്രതിയും കൂട്ടാളികളും ചേർന്ന് ക്രൂരമായിട്ടുള്ള കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഇതിനകത്ത് ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം, അതായത് ഇവർ ആ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ബലാത്സംഗം നടത്തിയതിനു ശേഷം അവർ ഇന്ന് ഇറങ്ങി പോകുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു യുവതിയോടും അവർ കയർത്ത് സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മറ്റൊരു സ്ത്രീയെ, ആ യുവതിയെ ഒരു ഭിത്തിയോട് ചേർത്ത് നിർത്തി അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് ഉമ്മ വെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTVയിലുള്ളത്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതുപോലും അവർ മൊബൈലിൽ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അവരവിടെ കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മൊബൈലിൽ ചിത്രീകരിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് തിരുവല്ലയിലെ ഒരു സ്പായിൽ ഉണ്ടായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഉച്ചയ്ക്ക് 3:30 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടിയെന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറ്റ് 3 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പത്തനംതിട്ട പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് തിരുവല്ല പോലീസ് കാപ്പ കേസ് പ്രതിക്ക് ജില്ലയ്ക്ക് അകത്ത് കടക്കാൻ പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഈ ജില്ലക്കാരനല്ലേ? അതോ കാപ്പ ചുമത്തിയിട്ടും അവിടെ ഇറങ്ങി ഇത്തരത്തിലുള്ള മര്യാദകേടുകൾ സ്വൈര്യവിഹാരം നടത്തി ജീവിക്കുന്ന ഒരു പരാന്ന ജീവിയാണോ ഈ മരണം സുബിൻ? ഷിജോ, ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു കാപ്പ കേസ് പ്രതിക്ക് ഏതൊക്കെ രീതിയിലുള്ള മറ്റ് നിബന്ധനകൾ, വിലക്കുകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ജില്ലയിൽ പ്രവേശിക്കുന്നതിനടക്കമുള്ള വിലക്കുകൾ പല കാര്യത്തിലും പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമാകപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. കാപ്പ കേസ് പ്രതിയാണ്, പക്ഷേ ഇതൊന്നും എത്രമാത്രം നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകൾ ഈ പറയുന്ന മരണം സുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടറിന്റെ പേരിലുണ്ട്. ഒട്ടനവധി പിടിച്ചുപറി കേസുകളുണ്ട്, അടിപിടി കേസുകളുണ്ട്. അങ്ങനെ ഈ സമാന
സമാനമായ കുറ്റകൃത്യങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന പ്രതിക്കെതിരെ കാപ്പ കേസ് ഉണ്ടായിട്ടും ആ നാട്ടിലൂടെ നിർലോഭം ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ സുഖമായി സഞ്ചരിക്കുന്ന ഒരാളാണ് ഈ മരണം സുബിൻ. അങ്ങനെ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിനൊരു വീഴ്ചയായിട്ട് എടുത്തു കാണേണ്ടത് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു കാണണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ആവർത്തിച്ച് വിളിക്കുമ്പോൾ അവിടുന്ന് ഒരു മറുപടി പോലും ഇക്കാര്യത്തിനകത്ത് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ സുബിന് ആ നാട്ടിലൂടെ ഈ രീതിയിൽ ഒരു സ്വൈര്യവിഹാരം നടത്താനുള്ള വഴി ആരൊരുക്കി കൊടുത്തു എന്നുള്ളതൊക്കെ ഇനിയും അന്വേഷിച്ച. അല്ല ഷിജോ, ഇവർ പരാതി കൊടുക്കാൻ ഭയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെ കാണിക്കുന്നവന്മാർ കൊല്ലാനും പഠിക്കില്ലല്ലോ സുബിൻ, ഷിജോ. അപ്പോൾ സ്വാഭാവികമായും പ്രാണഭയം ഒന്നും ഉണ്ടാവുമല്ലോ. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. വേണേ കയറി കൊന്നിട്ട് പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? വീട്ടുകാർക്ക് പോയി. ആ ഭയം കൊണ്ടാവില്ലേ പരാതി കൊടുക്കാനൊക്കെ പേടിച്ചു നിന്നുണ്ടാവുക പാവങ്ങൾ? കാശ്മീർ അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഒരു മനുഷ്യന് ഏറ്റവും അധികം ഭയം പ്രാണഭയം തന്നെയാണ്. എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതാണ് ആശ്വാസം എന്ന് പറയുന്ന മനുഷ്യരെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണമൊക്കെ ഒരുപക്ഷെ ഈ പറയുന്ന യുവതി നടത്തിയിട്ടുണ്ടാകാം. അവർ വന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി പോയപ്പോൾ തനിക്ക് ജീവൻ കിട്ടിയല്ലോ, തനിക്കത് മതി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ യുവതി ആശ്വാസപ്പെട്ടിരിക്കാം. എന്തായാലും പോലീസ് ഈ സ്ഥലത്തെത്തുന്നു. ഈ പോലീസ് സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രണ്ടുപേരെയോടും സംസാരിച്ചുകൊണ്ട് അവരെ ഇതിനകത്ത് കൺവിൻസ് ചെയ്യിക്കുന്നത്. നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങളുടെ ജീവനും സ്വത്തിന് ഞങ്ങൾ സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട SP അടക്കമുള്ള ആളുകൾ അവരോട് സംസാരിക്കുന്നു. അങ്ങനെ അവർ പരാതി കൊടുക്കാൻ തയ്യാറാവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ പ്രാണഭയം കൊണ്ട് ഇക്കാര്യം ആരോടും പറയേണ്ടതില്ല എന്ന് അവർ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്തായാലും പോലീസ് അതിനകത്ത് പിന്നീട് ഇടപെട്ടുകൊണ്ട് അവരോട് പരാതി എഴുതി വാങ്ങുകയും ഈ പ്രതിയെ പിടികൂടുകയുമാണ് ചെയ്തത്. 3 പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പറയുന്ന മരണം സുബിൻ എന്ന് പറയുന്ന സുബിൻ അലക്സാണ്ടറും സുബിൻ അലക്സാണ്ടറിന്റെ 2 സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുണ്ട്. മറ്റ് 3 പേർ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പത്തനംതിട്ട തിരുവല്ല പോലീസ് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. ഇക്കഴിഞ്ഞ 1-ാം തീയതി പകൽ 3:30 തിരുവല്ലയിലെ സ്പായിൽ ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടുകൊണ്ട് 6 അംഗ സംഘം എത്തുന്നു. 50,000 രൂപ ആവശ്യപ്പെടുന്നു. 50,000 രൂപ കൊടുക്കാൻ കഴിയില്ല എന്ന് സ്പായിലെ ജീവനക്കാർ പറയുന്നു. അത് പറഞ്ഞതിന് പിന്നാലെ ആ സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന്, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തിരുവല്ലയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. അങ്ങേയറ്റം ദാരുണമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും ആ സംഭവത്തിൽ ഇപ്പോൾ പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ 3 പേർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഹാഷ്മി. ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വാർത്തയുടെ വിവരങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു തരിപ്പോ, ഒരു നിസ്സംഗതയോ, സങ്കടമോ, ദേഷ്യമോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അത് UP-യിലെയോ ബീഹാറിലെയോ തിരുവല്ലയല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലെ, ദൈവത്തിന് സ്വന്തം നാട്ടിലെ പ്രബുദ്ധ കേരളത്തിലെ തിരുവല്ലയിൽ തന്നെയാണ്. ഒരു സ്പാ കേന്ദ്രത്തിലേക്ക് 6-7 വേട്ടപ്പട്ടികൾ കടന്നു കയറി ഈ പറയുന്ന ഗുണ്ടാപിരിവ് ഹഫ്ത ആവശ്യപ്പെടുന്നു. കൊടുക്കാൻ വിസമ്മതിക്കുന്നതിന്, അല്ലെങ്കിൽ എനിക്ക് നേരത്തെയും ഇത്തരത്തിൽ ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് നിരാലംബയായ ആ സ്ഥാപനത്തിലെ ജീവനക്കാരികളെ ബലാത്സംഗം ചെയ്യുക. എന്നിട്ട് വേറൊരു ജീവനക്കാരിയെ ദൃശ്യങ്ങൾ കാണാം അക്രമം കാണിക്കുന്നത്, അത് ഫോണിൽ പിടിക്കുക, എന്നിട്ട് പേടിപ്പിച്ച് മേശവലിപ്പിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ മാസ് കാണിച്ച് ഇറങ്ങിപ്പോവുക. ഇത് പോലീസ് കാണട്ടെ, രാഷ്ട്രീയ കേരളം കാണട്ടെ, രാഷ്ട്രീയ നേതൃത്വം കാണട്ടെ, കാണേണ്ടവരൊക്കെ കാണട്ടെ ആ ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.